എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദിവസം, നമ്മുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസം. നമ്മളിപ്പം ബാംഗ്ലൂർ സിറ്റി ലിമിറ്റിൽ നിന്ന് നമ്മൾ ആന്ധ്രാപ്രദേശിൽ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇന്ന് കുർണൂൾ എത്തണമെന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പം അതിൻ്റെ വഴി ഇടയ്ക്കുള്ള യാത്രകളും കാഴ്ചകളും എല്ലാം നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ കുറേ ചെറിയ ചെറിയ നാട്ടുവർത്താനമൊക്കെ പറഞ്ഞങ്ങ് പോവുക. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10:30 ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളെ മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് രാജീവ് എന്ന് പറയുന്നത്, പുള്ളി EV ആയിട്ട്, പുള്ളി തന്നെ XEV 9S ആയിട്ടാണ് പുള്ളി ഇന്നലെ വൈകുന്നേരമാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. അപ്പം പുള്ളിയെ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ട് റോഡ് കഴിഞ്ഞപ്പോഴത്തേന് വഴിക്ക് വെച്ച് മീറ്റ് ചെയ്തു. പിന്നെ പുള്ളിയായിട്ട് കുറേ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചും വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിയുടെ വണ്ടി നമ്മുടെ വണ്ടിയും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ വണ്ടിക്കുള്ളൂ. പുള്ളി ഇന്നലെ മൂവാറ്റുപുഴയിൽ നിന്ന് പോന്നിട്ട് സേലം അപ്പുറങ്ങാണ്ട് വന്നിട്ടാണ് വണ്ടി ചാർജ് ചെയ്തത്. അപ്പോൾ അത്രയും കിലോമീറ്റർ പുള്ളിയുടെ വണ്ടിക്ക് കിട്ടും. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചാർജ് അല്ല ഒരു ചാർജ്, സേലം എത്തുന്നതിന് മുമ്പ് ഒരു ചാർജിങ് ഫുള്ളായിട്ട് ചെയ്തു. എന്നാലും ആൾക്കാർ EV ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോകുന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. നമ്മുടെ യാത്രകൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും എന്നുള്ളൊരു സന്തോഷം നമുക്കുമുണ്ട്. ധൈര്യമായിട്ട് EV ആയിട്ട് പോകാം. EV ഉള്ളവർക്ക് യാത്ര നിഷേധിക്കുന്നൊന്നുമില്ല ഒരിടത്തും. നമ്മൾ രാജാവാന്നേ, നമ്മളും പോവും. രാജാവാകാൻ നമുക്ക് വലിയ രാജ്യം വേണമെന്നില്ല, ചെറിയ രാജ്യത്തിലും രാജാവ് തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് പോവുക, സന്തോഷിച്ച് തിരിച്ചു വരിക. പിന്നെ എനിക്ക് എല്ലാ കമ്പനികളോടും ഒരു ചെറിയൊരു സജഷൻ എന്നാന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ 4 ചാർജിങ് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജിങ് മസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളം വിട്ട് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. അതെല്ലാം 100% ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ടാറ്റാക്കാർ ഒഫീഷ്യലി പറയുന്നത്, അതായത് വാറണ്ടി പേപ്പറെ പറയുന്നത് 4 ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജ് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ അത് വലിയ പ്രശ്നമുണ്ടാവും എന്ന് തോന്നുന്നില്ല. അതാണ് നമ്മളെ ഒരു വണ്ടി എടുപ്പിക്കാൻ മടിപ്പിച്ച് നിൽക്കുന്നൊരു കാര്യം. കാരണം നമുക്ക് നമ്മുടെ യാത്രകളിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് പോകണം. ബാറ്ററിയുടെ ഹെൽത്ത് പോകുന്നത് ഫാസ്റ്റ് ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പെട്ടെന്ന് ഡീഗ്രഡേഷൻ ഉണ്ടാകും. അത് ശരി തന്നെ, അത് എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ പ്രശ്നം. പക്ഷെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സ്ലോ ചാർജ് ചെയ്യാൻ കിട്ടുന്നിടത്ത് ചെയ്യാം. പക്ഷേ ചെയ്യാൻ സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? എന്നാടാ മാത്തൊന്നും മിണ്ടായിരിക്കുന്നത്? മാത്തിൻ്റെ ഗ്യാസ് പോയോ തുടങ്ങിയപ്പോൾ? അവന് കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്, ഉറക്കമൊന്നുമില്ല. ആദ്യത്തെ പ്രാവശ്യത്തെ പോലെയൊന്നുമില്ല. ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ പോയി. പുള്ളി ലേ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുക. ലേ എത്തണമെന്നുണ്ടെങ്കിൽ 10,000 കിലോമീറ്ററും കൂടെ ഉണ്ട്. അതൊക്കെ അങ്ങ് എത്തൂലേ? 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മളങ്ങ് എത്തുകയല്ലടാ. പുള്ളിയുടെ വണ്ടി മറ്റേ 7 സീറ്റർ ആയതുകൊണ്ട് പുള്ളി എന്നാ ചെയ്തേക്കെന്ന് ചോദിച്ചാൽ, പുള്ളി ബാക്ക് വശം 2 സീറ്റ് മടക്കിയിട്ടൊരു ബാക്ക് വശം ഫുള്ള് ബെഡ് ഇട്ടിട്ട് അതിൻ്റെ അടിയിലാണ് പുള്ളി ലഗേജൊക്കെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗകര്യമായിട്ട് പുള്ളിക്ക് പോകാൻ പറ്റും. നമ്മളങ്ങനെ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ആദ്യം വന്ന് കിടന്ന സ്ഥലം ബേഗപ്പള്ളി. അവിടെ VV ശ്രീനി എന്ന് പറഞ്ഞ ഹോട്ടലിൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചാർജ് ചെയ്തില്ല. നമ്മൾ അവിടെ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഓർമ്മ പുതുക്കി മുന്നോട്ട് പോവുകയാണ്. ഇപ്പം പഴയ പോലെയല്ല, ഈ റൂട്ടിലൊക്കെ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാർജിങ്ങിനെ പറ്റി വലിയ ടെൻഷൻ വേണ്ട. പിന്നെ നമ്മൾ എല്ലാം തന്നെ നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വർക്കിങ്ങുമാണ്, വർക്കാകാത്തതും വർക്കിംഗ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കണമെന്നോർത്താണ് ഇരിക്കുന്നത്. അപ്പം നല്ല ഒരു സ്ഥലം കിട്ടുമ്പോൾ വണ്ടി ഒതുക്കി ഞങ്ങൾ ഇച്ചിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് പതുക്കെ അങ്ങ് പോകും. അപ്പം ഞങ്ങൾക്ക് യാത്രക്കിടയ്ക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. വണ്ടി അവിടെ ഇട്ടു, വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരു ഹാമക്ക് ഉണ്ടായിരുന്നു, അത് നിവർത്തിയിട്ട് കിടക്കുന്നു. എന്തോ
നമ്മൾ കുർണൂൾ കഴിഞ്ഞിട്ടുള്ള ടോളാണ്. ഈ ടോൾ പ്ലാസയുടെ സ്ഥലം പുള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ടോൾ പ്ലാസയും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മളിപ്പം ഗ്ലാസ് താത്ത് വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്. വലിയ ചൂടില്ല, 30 ഡിഗ്രിയൊക്കെ ഉള്ളൂ. രാവിലെയൊക്കെ ഫുൾ AC ഇട്ടായിരുന്നു. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഒരു 70 കിലോമീറ്ററിനടുത്ത് ഒരു ചാർജിങ് സ്റ്റേഷനും ഹോട്ടലും എല്ലാം കൂടെ ഉണ്ട്. മറ്റേ ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അവിടുത്തെ ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകണം. ഹൈദരാബാദ് വരെ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വഴി പേടിക്കാനൊന്നുമില്ല. ഇഷ്ടം പോലെ വണ്ടിയും ലോറിയും എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. വഴിയും കാര്യങ്ങളും മാത്രമേ കാണിക്കൂ എന്നുള്ളതെന്ന് വിചാരിക്കല്ല്. ഈ ലോങ് പോകുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടി പോകുന്നൊന്നുമില്ല. ഈ വഴിക്ക് നമ്മൾ നേരെ ശ്രീനഗറാണ് നമ്മുടെ ലക്ഷ്യം. ആ പോകുന്ന വഴിക്കുള്ള മെയിൻ കാഴ്ചകളൊക്കെ നമുക്ക് വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. നാട്ടിൽ നല്ല മഴയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും വിളിക്കുമ്പം വൈകുന്നേരം മഴ പെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്.